ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കുമുള്ള ഓർഗാനിക് കമ്പോസ്റ്റ് ബിന്നും അങ്കണവാടികളിലേക്കുള്ള വേസ്റ്റ് ബിന്നും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. ഒരുപാട് തവണ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പല പരിസരങ്ങളും ഇതുപോലെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും അവിടെ മാലിന്യം കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നിറയുന്ന സാഹചര്യം. അപ്പോൾ ഇതൊന്നും ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവ് കൊണ്ടല്ല സംഭവിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നത് പോകണമെന്നുള്ള ബോധമുണ്ടല്ലോ. അപ്പോൾ അത് എവിടെയെങ്കിലും കൊടുത്തിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളായിക്കോട്ടെ എന്നുള്ള ചിന്താഗതി, അപ്പോൾ നമ്മുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. അപ്പം അതിനു വേണ്ടിയുള്ള ഇതൊരു വലിയൊരു യജ്ഞത്തിൻ്റെ ഒരു പരിസമാപ്തിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. മാർച്ച് 30 സംസ്ഥാനം ശുചിത്വ കേരള പ്രഖ്യാപനം നടത്താനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുന്നോടിയായി ഓരോ പഞ്ചായത്തുകളും ആദ്യം വാർഡുകൾ ശുചിത്വ വാർഡായിട്ട് പ്രഖ്യാപിക്കണം. സെക്കൻഡറി നമ്മുടെ പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തണം. തുടർന്ന് ബ്ലോക്ക്, ജില്ല, സംസ്ഥാനം, അങ്ങനെയാണ് പ്രഖ്യാപനം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതിൻ്റേതായ പ്രവർത്തനങ്ങൾ വീണ്ടും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഇതൊന്നും വേണ്ട എന്നല്ല, നമ്മളിവിടെ നിന്ന് തുടർ പരിപാലനങ്ങളായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല ശീലം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്കൂളുകളിൽ തന്നെ, അംഗൻവാടികൾ, സ്കൂളുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ തന്നെ ഈ ശീലം വലിച്ചെറിയാതെയും അതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലും ആ ഒരു ശീലങ്ങൾ വളർത്തിയെടുക്കുക. അവരാ ശീലങ്ങൾ തുടർന്ന് പരിപാലിച്ചു പോകുന്ന, അവരത് കൃത്യമായിട്ട് അത് ശീലിച്ച അത് പാലിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അഗ്രോഫ്ലെയിം ഓർഗാനിക് കമ്പോസ്റ്റ് പ്രതിനിധി രാമചന്ദ്രൻ കമ്പോസ്റ്റ് ബിന്നിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഇനോക്കുലം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, പഞ്ചായത്ത് അംഗങ്ങളായ PS വനജ, KB പ്രജിത്ത്, ജയ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, ധന്യ സുനിൽ, സിനി പ്രദീപ് എന്നിവരും നിർവഹണ ഉദ്യോഗസ്ഥർ, എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ, അംഗനവാടി അധ്യാപകർ എന്നിവരും പങ്കെടുത്തു.